ഹരിയാനയിലെ ആകെ വോട്ടർമാർ 2 കോടി. അതിൽ 1,00,000 വോട്ടുകൾ കള്ള വോട്ട്. അങ്ങനെയെങ്കിൽ പിന്നെന്ത് ജനാധിപത്യമാണ് ഹരിയാനയിൽ നടന്നത്? വിശ്വസ്തയോടെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് നമ്മൾ വിശ്വസിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യൻ ജനാധിപത്യം തന്നെ അട്ടിമറിച്ചോ? ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെങ്കിൽ ഹരിയാനയിലെ BJP ജയം ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണ്. ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം വെച്ച് 10 ബൂത്തുകളിലായി 22 വോട്ടുകളാണുള്ളത്. ഒരേ ഫോട്ടോ വെച്ച് 100-ലേറെ വോട്ടുകൾ. 94 വയസ്സുകാരിക്കും 21 വയസ്സുകാരിക്കും ഒരേ ഫോട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് 5,21,619. കള്ളവിലാസത്തിൽ 93,174 വോട്ട്. ബൾക്ക് വോട്ടുകൾ 19,26,351. ഇതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച കണക്ക്. പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത് ഹൈഡ്രജൻ ബോംബാണ്. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും മറുചോദ്യം ഉന്നയിക്കുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പക്കൽ വോട്ടർ പട്ടിക കിട്ടിയതല്ലേ? അന്നൊന്നും അവരാരും ഇതൊന്നും കണ്ടെത്തിയില്ലേ? ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത് ഉന്നയിക്കുന്നത് ബീഹാറിലെ പരാജയം മുന്നിൽ കണ്ടാണോ? എന്തായാലും സജീവ ചർച്ചയായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ച ഓപ്പറേഷൻ സർക്കാർ വോട്ടുചോരി. വോട്ടുചോരി ഹൈഡ്രജൻ ബോംബോ നനഞ്ഞ പടക്കമോ?